ഈ പെൺകുട്ടി അത്ഭുതമാണ്. 8-ാം വയസ്സിൽ ഹെയർപിൻ ഉപയോഗിച്ച് താക്കോൽ തുറക്കാൻ പഠിച്ചു. 9 വയസ്സായപ്പോഴേക്കും സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് സേഫുകൾ പോലും തുറന്നു. ജയിലിൽ നിന്ന് തിരിച്ചെത്തിയ അമ്മാവന്മാരാണ് ഇതൊക്കെ അവളെ പഠിപ്പിച്ചത്. പക്ഷേ ഈ കഴിവുകൾ അവൾ ദുരുപയോഗം ചെയ്തില്ല. പകരം എല്ലാവരും ചേർന്ന് ഒരു കാപ്പിക്കട തുറന്നു. അവൾ അവിടെ വളർന്നു. അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായതുകൊണ്ട് അമ്മാവന്മാർ അവൾക്കായി പ്രഭാത ഭക്ഷണമുണ്ടാക്കി, വളർത്തച്ഛൻ പ്രത്യേക പാനീയം തയ്യാറാക്കി. ഒരു പ്രശ്നം മാത്രം, അവൾക്ക് ബസ് പിടിക്കാൻ എന്നും ഓടണമായിരുന്നു. അന്ന് ബസ്സിൽ കയറിയ ഉടൻ ഒരു തൊപ്പി വെച്ചയാൾ പിന്നാലെ കയറി പതിയെ അവളിലേക്കടുത്തു. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ ഷിയായി അയാളുടെ കൈകളിലേക്ക് വീണു. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ഒഴിഞ്ഞുമാറി. അയാളുടെ പേര് ഷിയാവോസു. തലേദിവസം വീട്ടിലിരുന്ന് TV കാണുമ്പോൾ ഒരു ഹാക്കർ യുവതി വിളിച്ചു. കോൾ എടുക്കാൻ താൽപ്പര്യമില്ലാതിരുന്നിട്ടും അവർ TV തന്നെ ഹാക്ക് ചെയ്തു. ഒരു DNA സാമ്പിൾ ശേഖരിക്കാനുള്ള ദൗത്യം അയാൾക്ക് നിർബന്ധമായി സ്വീകരിക്കേണ്ടി വന്നു. അടുത്ത ദിവസം അയാൾ പ്രത്യേക കണ്ണട വെച്ച് ഷിയായിയെ പിന്തുടർന്ന് ബസ്സിൽ കയറി അവൾക്ക് പിന്നിലിരുന്നു. ഷിയാവോ കൈ തിരിഞ്ഞു നോക്കിയപ്പോൾ ഷിയാവോസു വേഗം തലകുനിച്ചു. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അവൾ ഉറങ്ങുന്നതായി നടിച്ചു. അയാൾ ഒരൽപ്പം അനങ്ങിയപ്പോൾ തന്നെ അവൾ ജാഗരൂകയായി. ബസ്സിൽ നിന്നിറങ്ങിയിട്ടും അയാൾ അവളെ പിന്തുടർന്നു. തിരക്കുള്ള ഇടവഴികളിലൂടെ നടന്ന് അവൾ അയാളെ ആശയക്കുഴപ്പത്തിലാക്കി. ഹാക്കർ യുവതി പറഞ്ഞു, അവളുടെ ബാഗിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഉണ്ടാകും. ഒരു ടൂത്ത് ബ്രഷോ ചീർപ്പോ കിട്ടിയാൽ ദൗത്യം പൂർത്തിയാകും. അപ്പോൾ ഒരു സൈക്കിൾ അയാളുടെ നേർക്ക് വന്നു. മുന്നിലുള്ള പഴക്കടയിൽ ഒരു സോഡാ ക്യാൻ കണ്ട ഷിയാവോസു ഉടൻ ഒരു പദ്ധതിയിട്ടു. കൃത്യമായി സമയം നോക്കി അയാൾ കാൽ വെച്ച് തട്ടി സൈക്കിൾ നേരെ പഴക്കടയിലേക്ക് ഇടിച്ചു കയറി. സഹായിക്കുന്നതായി അഭിനയിച്ച് അയാൾ ഷിയാവോ കൈയുടെ ബാഗ് തട്ടിപ്പറിച്ചെങ്കിലും ഉപകാരപ്രദമായതൊന്നും കണ്ടില്ല. അപ്പോഴേക്കും ഷിയാവോ കൈ അവിടെ എത്തി മോബ് ഉപയോഗിച്ച് വാതിൽ തടഞ്ഞ് പോലീസിനെ വിളിച്ചു.